ഈ ഒരു ക്വസ്റ്റ്യൻ പേഴ്സൻറ്റേജ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്ത് നമ്മുടെ പ്രീവിയസ് ഇയർ CGL പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫാമിലിയുടെ ഇൻകം 35,000 ആണ്, മന്ത്ലി ഇൻകം. ആ ഫാമിലി ആണെങ്കിൽ വേരിയസ് എക്സ്പെൻഡിച്ചർ, അതായത് ഫുഡ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, എൻ്റർടൈൻമെൻറ്റ്, റെൻറ്റ്, ഇങ്ങനെ 5 ഐറ്റമായിട്ട് സാലറി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആഫ്റ്റർ ഇൻക്വയറിങ് ഓൾ എക്സ്പെൻഡിച്ചർ, എല്ലാ എക്സ്പെൻഡിച്ചറിന് ശേഷം 8% എല്ലാ മാസവും സേവ് ചെയ്യുന്നുണ്ട്. അതായത് 100%, 100 പുള്ളിയുടെ ഇൻകം എങ്കിൽ 92 രൂപ സ്പെൻഡ് ചെയ്യുകയും ബാക്കി 8 രൂപ സേവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എക്സ്പെൻഡിച്ചർ ഓൺ ഹെൽത്ത് ഈസ് 50% മോർ ദാൻ ഫുഡ്. ഓക്കെ, നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഹെൽത്തിനുള്ള എക്സ്പെൻഡിച്ചറിനേക്കാൾ 50% കൂടുതലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 50%-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ 1/2 ആണ്. ഈ 1/2ന്റെ അർത്ഥം ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. എക്സ്പെൻഡിച്ചർ ഓൺ ഹെൽത്ത് 50% മോർ ദാൻ ദാറ്റ് ഓഫ് ഫുഡ്. അപ്പോൾ ഇത് ഫുഡാണ് എങ്കിൽ അതിനേക്കാളും ഒന്നുകൂടി ആയിരിക്കും ഒന്ന് കൂടുതലായിരിക്കും ഹെൽത്തിന് ചെലവഴിക്കുന്ന തുക. അല്ലെങ്കിൽ ഹെൽത്തിൻ്റെ ചെലവഴിക്കുന്ന തുകയും ഫുഡിന് ചെലവഴിക്കുന്ന ഈ തുകയുടെയും റേഷ്യോ 3:2 ആയിരിക്കും. 3:2 ആയിരിക്കും. അതായിരിക്കും അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത്. വൈൽ ഫുഡ് ഈസ് 3 ടൈംസ് ദ എക്സ്പെൻഡിച്ചർ ഓഫ് എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റിന് ചെലവഴിക്കുന്ന തുക ഫുഡിന് ചെലവഴിക്കുന്ന തുകയുടെ 1/3 ആണ്. അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റിന് ചെലവഴിക്കുന്ന തുകയുടെ 3 ഇരട്ടിയാണ് ഫുഡിന് ചെലവഴിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് ഈ 3 റേഷ്യോ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് വെക്കാം. അപ്പോൾ കമ്പൈൻഡ് റേഷ്യോ എടുക്കാൻ വേണ്ടി നമ്മൾ ഇതിനു മുമ്പിലുള്ള ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ 2നെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് അടിക്കുക, ഈ 3നെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് അടിക്കുക, ഇനി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. അപ്പോൾ കമ്പൈൻഡ് റേഷ്യോ ഈസി ആയിട്ട് കിട്ടും. 3 × 3 9, 3 × 2 6, 2 × 1 2. ഇതായിരിക്കും ഹെൽത്തിൻ്റെയും ഫുഡിൻ്റെയും എൻ്റർടൈൻമെൻറ്റിൻ്റെയും ചെലവഴിക്കുന്ന തുകയുടെ റേഷ്യോ. ഓക്കെ, ഇനി അടുത്ത പറയുന്നത്, ഓക്കെ, ദ എക്സ്പെൻഡിച്ചർ ഓൺ ഹെൽത്ത് ഈസ് ഹാഫ് ഓഫ് ദ എക്സ്പെൻഡിച്ചർ ഓൺ എഡ്യൂക്കേഷൻ. അതായത് ഹെൽത്തിന് ചെലവഴിക്കുന്ന തുക എഡ്യൂക്കേഷന് ചെലവഴിക്കുന്ന തുകയുടെ പകുതിയായിരിക്കും. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ എഡ്യൂക്കേഷൻ കൂടി കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് 9 എങ്കിൽ മറ്റേത് എത്രയായിരിക്കും? 18 ആയിരിക്കും. കാരണം അതിൻ്റെ പകുതിയാണ് ഇതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് 18 ആയിരിക്കും. ദെൻ എക്സ്പെൻഡിച്ചർ ഓൺ റെൻറ്റ് ഈസ് 1/3 ഓഫ് കമ്പൈൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ഫുഡ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ. റെൻറ്റിന് ചെലവഴിക്കുന്ന തുക ഈ പറയുന്ന ഫുഡ്, ഹെൽത്ത്, എഡ്യൂക്കേഷന് ചെലവഴിക്കുന്നതിൻ്റെ 1/3 ആണ്. അപ്പോൾ നമുക്ക് റേഷ്യോയിൽ തന്നെ ഇതിൻ്റെ സം എടുക്കാം. 9, 6, 18. 9, 6, 18, അതായത് 15ഉം 18ഉം 33 യൂണിറ്റ് ആയിരിക്കും ഫുഡിനും ഹെൽത്തിനും എഡ്യൂക്കേഷനും വേണ്ടി ചെലവഴിക്കുന്നത്. അതിൻ്റെ 1/3 ആയിരിക്കും റെൻറ്റിന് ചെലവഴിക്കുന്നത്. അതിൻ്റെ 1/3 ആണ് റെൻറ്റിന് ചെലവഴിക്കുന്നത്. അപ്പോൾ റെൻറ്റിൻ്റെ റേഷ്യോ എത്ര കിട്ടും? 11 എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ ഇപ്പോൾ എല്ലാവരുടെയും കമ്പൈൻ റേഷ്യോ കിട്ടിയിട്ടുണ്ട്. 9:6:2, 2:18:11 എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ദെൻ നമുക്ക് എത്ര രൂപയാണ് എഡ്യൂക്കേഷന് ചെലവഴിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എഡ്യൂക്കേഷന് ചെലവഴിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഇൻകം 35,000 ആണ്. ടോട്ടൽ ഇൻകം 35,000 ആണ്. ഓക്കെ, ഈ 35,000-ൽ, അതായത് 100 രൂപയാണ് ഇൻകം എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് ഈ 35,000. ഈ 35,000-ൻ്റെ 92% നമ്മൾ ചെലവഴിച്ചത്. 92% നമ്മൾ ചെലവഴിച്ചത്. അതാണ് നമ്മൾ ചെലവഴിച്ചത്. അതിൽ ഇത്രയും ഭാഗം എന്ന് പറയുന്നത് 9, 6, 2, 18, 11 ആയിട്ടാണ് അത് പോയിരിക്കുന്നത്.
അപ്പോൾ ഇത് ടോട്ടൽ എത്ര വരും? 9 6 15, 15 2 17, 17ഉം 18 35, 35ഉം 11 46. ടോട്ടൽ 46 ഭാഗത്തിൽ ഇതിന്റെ സമ്മ് 46. ഈ 46 ഭാഗത്തിൽ 11 ഭാഗം മാത്രമാണ് നമ്മൾ എന്തിന് ചെലവഴിച്ചത്? സോറി, എഡ്യൂക്കേഷൻ ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഞാൻ റെന്റാണ് എടുത്തത്. അപ്പൊ 18 ഭാഗം മാത്രമാണ് എന്തിന് ചെലവഴിച്ചിരിക്കുന്നത്? എഡ്യൂക്കേഷന് ചെലവഴിച്ചിരിക്കുന്നത്. ഓക്കെ, 35,000 ടോട്ടൽ സാലറി, അതിൽ 92% എക്സ്പെൻഡിച്ചർ പോകുന്നത്. അതിനകത്ത് വീതിച്ച് പോയിരിക്കുന്നത് ടോട്ടൽ 46, 9 6 2 18 1, 46 ഭാഗത്തിൽ 18 ഭാഗമാണ് എഡ്യൂക്കേഷന് പോയിരിക്കുന്നത്. ഇനി ഡയറക്റ്റ് ആൻസർ ആണ്, കട്ട് ചെയ്യാവുന്നെല്ലാം കട്ട് ചെയ്തങ്ങ് വിട്ട് കഴിഞ്ഞാൽ മതി. ഇതും ഇതും തമ്മിൽ കട്ട് ചെയ്തു, 2 വന്നു. ഈ 0 തമ്മിൽ കട്ട് ചെയ്തു. അപ്പം ഞാൻ ഇനി 35 × 2 ചെയ്യാനാണ് കുറച്ചുകൂടി എളുപ്പം വരുന്നത്. കാരണം 35 × 2 ചെയ്യുമ്പോൾ എത്ര വരും? 35 × 2 ചെയ്യുമ്പോൾ തന്നെ 70 വരും അല്ലേ? 35 × 2 70 വരും. അപ്പോൾ 350 × 2 എന്ന് പറയുമ്പോൾ 700 വരും. 700 × 18 ആയിരിക്കും ഇതിന്റെ ഫൈനൽ ആൻസർ. 700 × 18 ആയിരിക്കും ഇതിന്റെ ഫൈനൽ ആൻസർ. എത്ര വരും? 12,600 വരും. സോ ഇതായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇച്ചിരി കൺഫ്യൂഷൻ ആവുന്നേ ഉള്ളൂ. ഒരു വലിയ ക്വസ്റ്റ്യൻ ആയിരുന്നു.